ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞൻ അല്ല വലിയ വീഡിയോയിലേക്കാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ബാഗും തൂക്കി എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നല്ലേ. അതെ, ഒരു ചെറിയ ട്രിപ്പ്, ചെറുതാട്ടോ, ഒരു 1 ഡേ ട്രിപ്പ്. എങ്ങോട്ടാന്ന് ഇത് കണ്ട പലർക്കും മനസ്സിലായി കാണും ഇത് എങ്ങോട്ടായി പോക്കെന്ന്. അതെ അങ്ങോട്ട് തന്നെയാണ്. എന്നാ വായോ, നമുക്ക് ഒന്നിച്ചു പോകാം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. അതെ, നമ്മുടെ മൂന്നാർ, നമ്മുടെ സ്വന്തം മൂന്നാറിലേക്ക് എത്ര കണ്ടാലും മതിയാവാത്തൊരു സ്ഥലം. ഓരോ വട്ടം പോകുമ്പോഴും ഈ സ്ഥലത്തിന് എന്താ ഇത്ര പ്രത്യേകതയെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോ വട്ടം പോകുമ്പോഴും പുതിയ സ്ഥലം കാണുന്നതൊക്കെ തോന്നുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പം വീണ്ടും ഓർക്കും നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണെന്ന്. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇത് കാണുമ്പോഴൊക്കെ ഓർക്കത്തുള്ളൂ കേട്ടോ. അതെ, നിങ്ങളും മനസ്സിൽ ആലോചിച്ച കാര്യം തന്നെ ഞാനും ആലോചിച്ചത്. അപ്പോൾ നമുക്ക് വീണ്ടും ട്രിപ്പിലേക്ക് വരാം. വിഷയം മാറിപ്പോന്നല്ലേ. അതെ, അങ്ങനെ ഒരു രാവിലെ അങ്ങ് ഇറങ്ങി, ഒരു കുഞ്ഞു ശകടം എടുത്ത് രാവിലെ ഒരു ചെറിയൊരു ട്രിപ്പെന്ന് പറഞ്ഞങ്ങ് അങ്ങനെ ഇറങ്ങി മൂന്നാറിലേക്ക് വണ്ടി വിട്ടു. സേഫ്റ്റി മെഷർമെൻറ്റ് മുഖ്യം ബിഗിലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ട്രിപ്പിന് പോകുമ്പം കാറിൽ പോകുന്നതാണോ നിങ്ങൾക്കെല്ലാം ഇഷ്ടം, അതോ സ്കൂട്ടറിൽ പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് സ്കൂട്ടറിൽ പോകുന്നതാട്ടോ ഇഷ്ടം. കാരണം അതിൻ്റെ ഒരു ഫീല് ഒന്ന് വേറെ തന്നെ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ എൻ്റെ ചെറിയ ശകടത്തിൽ ഞാനൊരു ട്രിപ്പ് പോയി. അതാട്ടോ ഇത്. നിങ്ങളിപ്പം വിചാരിക്കും ഞാൻ വലിയൊരു യാത്രാവിവരണമോ പറയാൻ പോകുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് യാത്രാവിവരണമൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ കണ്ട കുറച്ച് നല്ല കാര്യങ്ങളും ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങളും നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ മൂന്നാറിൻ്റെ ചുരം കയറാൻ തുടങ്ങി. ചുരമൊന്നുമല്ല കേട്ടോ, ചെറിയ വളവും കയറ്റമൊക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ കയറി പോയപ്പോഴത്തേക്ക് ഇത് നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ല വെയിലായിരുന്നേ. ഇത് രാവിലെ കേട്ടോ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു. പക്ഷെ ചെറിയ കോടയും മഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും പറഞ്ഞ പോലെ ഒരു -2 ആണ്, -3 ആണ് എന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷയിലാണ് ഞാനും പോയത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, വെറുതെ ആയിപ്പോയി ഈ രാവിലെ ഉറക്കവും കളഞ്ഞ് മെനക്കെട്ട് വന്നതെന്ന്. എന്നാലും വന്നതല്ലേ, മുന്നോട്ടൊന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അല്ല, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയായി. പോയി നമ്മൾ മൂന്നാറിൻ്റെ ടൗൺ എത്തി. ഇത് കാണുമ്പോൾ ഒരു തമിഴ്നാട് തോന്നുന്നുണ്ടോ? വഴിമാറി എങ്ങാനും തമിഴ്നാട് എത്തിയോ? അല്ല, ഇത് തന്നെ നമ്മുടെ മൂന്നാർ. അതെ, ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും തമിഴ്നാട് പോലത്തെ ഉണ്ടല്ലേ ഇവിടുത്തെ ആളും അവിടുത്തെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു തമിഴ്നാട്ടിലേക്ക് എത്തി. പോകുന്നു തമിഴ്നാടിൻ്റെ ബസ്. തമിഴ്നാടൊന്നും അല്ല കേട്ടോ, നമ്മുടെ മൂന്നാർ തന്നെയാണ്. ഈ നമ്മുടെ KSRTCക്ക്, നമ്മുടെ ആനവണ്ടിക്ക് കിട്ടുന്ന ഒരു ഭംഗി ഒരു ബസ്സിനും ഇല്ല അല്ലേ. നമ്മുടെ ഈ ഗവൺമെൻറ് ബസ്സിനൊന്നും എന്നാ ഭംഗിയാണ് നമ്മുടെ ആനവണ്ടിക്ക്. അത് ശരിക്കും അതിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കണം, ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കണം. ഒരു അപാര ഭംഗിയാണ് നമ്മുടെ ആനവണ്ടിക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പം. അത് പോട്ടെ. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇത് സീസണൽ ടൈം ആയതുകൊണ്ടാണ് നല്ല റഷായിരുന്നു റോഡിലൊക്കെ. പക്ഷെ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് ഈ കുരുക്കിലൊന്നും പെടാതെ നമ്മൾ നൈസായിട്ട് ടൗണിൽ കൂടെയൊക്കെ അങ്ങോട്ടൊക്കെ എടുത്ത് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ക്ലൈമറ്റ് അതൊരു രക്ഷയില്ലായിരുന്നു. വലിയ -ഡിഗ്രിയൊക്കെ പ്രതീക്ഷ വന്ന നമ്മൾ വെയിലും ചൂടുമൊക്കെ കണ്ടപ്പം തന്നെ ഉള്ള ആവേശങ്ങളൊക്കെ തണുക്കുന്ന പോലെ ആയി. പിന്നെ എന്നാലും മൂന്നാർ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്നത് മണ്ടത്തരമല്ലേ. അപ്പം മൂന്നാറിനെ അങ്ങ് ആസ്വദിക്കാം. ആ വെയിലായാലും സാരമില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് നമ്മുടെ യാത്ര തുടർന്നു. നിങ്ങളൊക്കെ മൂന്നാർ വരുമ്പം എങ്ങനെ മൂന്നാർ തന്നെയാണോ സെറ്റാവാൻ നോക്കുന്നത്? എനിക്കെപ്പോഴും ഇഷ്ടം മൂന്നാറിനേക്കാളും മൂന്നാർ ടൗൺ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് ഒരു യാത്ര പോകാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ട് അവരെന്നാ ചെയ്യും, മൂന്നാർ ടൗൺ വന്നിട്ട് മൂന്നാർ ടൗണിൽ തന്നെ, കാരണം മൂന്നാറാണല്ലോ കാണാൻ കൂടുതൽ സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാവരും മൂന്നാർ വന്ന് മൂന്നാർ ടൗണിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അവരവിടെ സെറ്റാവും. നിങ്ങൾ കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൈഡിൽ നമ്മുടെ KSRTC കിടന്നത്? കണ്ടില്ല? ഒന്ന്
പതുക്കെ റിവേഴ്സ് എടുത്തിട്ടൊന്ന് പോയി നോക്കുക കേട്ടോ, കാണാൻ പറ്റും. റിവേഴ്സ് അല്ല, ബാക്ക് അടിച്ച് പോയി നോക്കുക കേട്ടോ. ഈ വണ്ടി ഓടിച്ചാൻ തോന്നി, ഇപ്പം എല്ലാം വണ്ടിയുടെ കാര്യങ്ങളെ ഓർമ്മ വരുന്നുള്ളൂ. അപ്പം ബാക്ക് അടിച്ച് ഒന്ന് പോയി നോക്കും. നമ്മുടെ KSRTC സൈഡിൽ കിടക്കുന്ന കാണാം. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലോട്ട് കയറി ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ സൈഡിൽ മൂന്നാർ മാർക്കറ്റ് കാണാം. മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് എപ്പോഴും ഇഷ്ടം മൂന്നാർ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനാണ്. മറയൂര്, വട്ടവട. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി മൂന്നാർ വരുമ്പം ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ടൗണിൽ കാണുന്ന കാഴ്ചകളെ പോലെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ടൗണിനേക്കാളും ഈ ഇന്നർ ഏരിയയിലേക്ക്, അതായത് ഇപ്പം മൂന്നാർ കഴിഞ്ഞ് മറയൂര് കഴിഞ്ഞ് വട്ടവട, അങ്ങോട്ടൊക്കെ പോകുന്നത് കാന്തല്ലൂര്, ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗികളാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തായല്ലേ? അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.